ഇറാഖിൽ നിന്നൊരു പ്രേക്ഷകൻ നമ്മൾ റെഡിയായി നിൽക്കുന്നുണ്ട്. നേരെ പോവാണ്. ഹരിപ്രസാദാണ്. ചേട്ടാ നമസ്കാരം. ഹായ്. ഹായ് ചേട്ടാ. നമസ്കാരം. ഇറാഖിലാണല്ലേ? അതെ, ഇറാഖിലാണ്. ഇറാഖിൽ എവിടെയാണ്? ബാഗ്ദാദിലാണ്. ബാഗ്ദാദിലാണ്. ബാഗ്ദാദ് ജംഗ്ഷനിലാണോ? എന്തുണ്ട് ചേട്ടാ ബാഗ്ദാദിൽ എന്തുണ്ട് വിശേഷം? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ സമയം എന്താണ്? ഇതൊക്കെ പറയൂ. ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ചേട്ടാ നമുക്കിവിടെ ഇപ്പൊ ഇറാഖിൽ നിന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അത് അത്ര സുഖമുള്ള വാർത്തകളല്ല. ഈ പറയുന്നത് പോലെ എപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്. പല ഈ ബാഗ്ദാദിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ വാർത്തകൾ അറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്? ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇറാഖിൽ നിന്നൊരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ പറയൂ, വലിയ പ്രശ്നമൊക്കെ ഉണ്ടോ അവിടെ? ഞാൻ ഇവിടെ ഇറാഖിലെ അമേരിക്കൻ എംബസിയിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, അത് ശരി. അപ്പം സുരക്ഷിതത്വം ഒക്കെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണല്ലേ? നമുക്ക് ഇറാഖ് എന്ന് പറയുമ്പോൾ ആ യുദ്ധമൊക്കെയാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. മലയാളികളൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ അവിടെ? ഓഫീസിൽ വരെ മലയാളികൾ ഉണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? മലയാളികൾ അത്യാവശ്യത്തിനുണ്ട്. നാട്ടിലെവിടെയാ ചേട്ടാ? നാട്ടിൽ കണ്ണൂരാണ്. കണ്ണൂർ എവിടെയാണ്? ആഹാ, കണ്ണൂരുകാരാണല്ലോ. കണ്ണൂർ കണ്ണൂരാണ്. പാപ്പിനിശ്ശേരി. ഞാൻ കുറച്ച് അടുത്തായിട്ട് വരും. പയ്യന്നൂരിന്റെ അടുത്താണ്. പയ്യന്നൂരിന്റെ അടുത്ത് ഞാൻ മുമ്പ് അച്ഛന്റെ നാട് അവിടെയാണ്. വെള്ളൂര്. വെള്ളൂർ. അത് ശരി. ഞാൻ കരുവള്ളൂരാണ് പഠിച്ചത്. അപ്പൊ നമ്മള് പരിചയക്കാരാണ്. നെഹ്റു കോളേജിലാണ് ഞാൻ പഠിച്ചത്. നാട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടാ? നാട്ടിലെ ഭാര്യയും കുട്ടികളും അമ്മയും എന്റെ വീട്ടിലുണ്ട്. ചേട്ടാ അപ്പൊ അവരൊക്കെ കാണുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ. ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ. അപ്പൊ സ്ക്രീനിൽ നമ്മുടെ 24 സ്ക്രീനിൽ ഹരിയേട്ടന്റെ എല്ലാ ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ആശംസ പറയാം അല്ലേ? നാട്ടിലേക്ക് ഇനി പെട്ടെന്നുണ്ടോ ചേട്ടാ? ഞാൻ സെപ്റ്റംബറോ ഒക്ടോബറോ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ശരി ശരി ശരി. അപ്പൊ നമുക്ക് നോക്കിയിട്ട് കണ്ണൂരിൽ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. അപ്പൊ നമുക്ക് കൂടുതൽ ഈ വിദേശത്ത് നിന്നുള്ള പ്രേക്ഷകരാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമയം അവർക്കായിരിക്കും കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് വിളിക്കാൻ പറ്റുക. ഇപ്പം മറ്റ് നമ്മുടെ നാട്ടിലുള്ള പ്രേക്ഷകരൊക്കെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കുന്നതല്ലേ, അത് പ്രശ്നമാണ്. അപ്പം പക്ഷേ നിങ്ങൾക്ക് അത് പാരലി കോൾ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതിരിക്കത്തില്ല. നിങ്ങൾ വിളിക്കൂ. നല്ലൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് നല്ല വെളിച്ചമൊക്കെയുള്ള സ്ഥലത്തിരുന്നോണ്ട് നിങ്ങൾക്ക് വിളിക്കാം. തീർച്ചയായിട്ടും അടുത്തത് നിങ്ങളായിരിക്കും സ്ക്രീൻ.